ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടിപൊളി ഒരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഈ വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ച ആ ഒരു ഡ്രാമ, അതായത് ഒരു കോമ്പറ്റീഷൻ കാണിച്ചല്ലോ, അതിന്റെ ഒരു റിവ്യൂ ആണ് പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് നാളത്തെ എപ്പിസോഡിൽ എന്താ നടക്കണമെന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയും അശ്വനും കൂടി വണ്ടിയിലേക്ക് പോകുന്ന ഭാഗത്തോടെയാണല്ലോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളെ അവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ അശ്വിൻ വണ്ടി ഒരു മൂലക്ക് മാറ്റി നിർത്താണ്. അപ്പൊ ശ്രുതി വിചാരിക്കുക ശ്രുതിക്ക് എന്തോ വലിയ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി അശ്വിൻ കടയിൽ പോയതാണെന്നാണ് ശ്രുതി വിചാരിക്കുന്നത്. അശ്വിൻ ഇറങ്ങിപ്പോയതോ ശ്രുതി വേഗം തന്നെ അശ്വിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കുക കേട്ടോ. ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും സ്റ്റാർട്ട് ആവുന്നില്ല. ട്രാഫിക് പോലീസ് വരുവാണ്. ശ്രുതി അടുത്ത് ഹലോ മാഡം, ഒന്ന് വണ്ടി തുറക്കാവോ എന്ന് പറയാണ്. ശ്രുതി ഡോർ തുറക്കുന്നുണ്ട്. എന്താ സർ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാണിക്കുക. അയ്യോ സർ, എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നുമില്ല. പിന്നെ നിങ്ങൾ എന്തിനാ വണ്ടി ഓടിച്ചത്? അയ്യോ ഞാനല്ല വണ്ടി ഓടിച്ചത്. നോണ പറയത്, ഞാൻ കണ്ടതാ, വ്യക്തമായിട്ട് കണ്ടതാ, നിങ്ങൾ തന്നെയാ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നത്. സർ, ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ വണ്ടി ഓടിച്ചത് ഞാനല്ല. നിങ്ങൾ കള്ളം പറയണ്ട. ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന നിങ്ങളല്ലേ വണ്ടി ഓടിച്ചത്, പിന്നെ വേറെ ആരാ വണ്ടി ഓടിച്ചത്? സർ, എന്റെ ഹസ്ബൻഡാണ് വണ്ടി ഓടിച്ചത്. ഹസ്ബൻഡ് ആ കടയിലേക്ക് പോയിരിക്കുകയാണ്, ഇപ്പൊ വരുമെന്ന് പറയാണ്. ആര് വണ്ടി ഓടിച്ചാലും വേണ്ടില്ല, ഇത് നോ പാർക്കിംഗ് ഏരിയ ആണ്. അതുകൊണ്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് നിങ്ങൾക്കെതിരെ പിഴ ഈടാക്കുന്നതാണ്. അത് മാത്രമേ നിങ്ങൾ തന്നെയാണ് വണ്ടി ഓടിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് തന്നാൽ മാത്രമേ ഞാൻ നിങ്ങൾ ഇവിടുന്ന് വിടുള്ളൂ എന്ന് പറയാണ്. അപ്പോഴേക്ക് അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അശ്വിന്റെ ശ്രുതി പറയുന്നുണ്ട്, അശ്വിൻ സാർ ഇത് കണ്ടില്ലേ, ഇദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുക, ഞാനാണ് വണ്ടി ഓടിച്ചെന്നൊക്കെയാ പറയുന്നത്. സാർ ഒന്ന് പറ സാർ എന്ന് പറയാണ്. അശ്വിൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, സോറി പോലീസുകാരാ, അശ്വിൻ സാറിന് മിണ്ടാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ തൊണ്ടക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ, അതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. അശ്വിൻ സാർ സംസാരിക്കണ്ട, അശ്വിൻ സാറല്ലേ വണ്ടി ഓടിച്ചത്, തല മാത്രം ആട്ടിയാൽ മതി, ദേ ഇങ്ങനെ എന്ന് പറയുമ്പോൾ അശ്വിൻ തലയൊന്നും ആട്ടുന്നില്ല കേട്ടോ. ശ്രുതിക്ക് മനസ്സിലായി അശ്വിൻ ഒരു പാര തനിക്കിട്ട് പണിതാണെന്ന്. ശ്രുതി പെട്ടെന്ന് അയ്യോ ട്രാഫിക് പോലീസുകാരെ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഏത്തൊക്കെ ഇടാൻ പോവാണ്. ആ സമയത്ത് ശ്രുതി അശ്വിൻ ഇങ്ങനെ പറയുന്നുണ്ട് പോലീസുകാർക്ക് വേണ്ട, അത് കൈവച്ചിങ്ങനെ വേണ്ട അത് പറഞ്ഞിട്ട് ലൈസൻസ് കാണിച്ചെടുക്കാന് ശേഷം ആ ഒരു നോ പാർക്കിംഗിൽ ഇട്ടതിനെ പിഴ ഈടാക്കിയിട്ട് അവരോടൊന്ന് വീട്ടിലേക്ക് പോകുക കേട്ടോ. ആ സമയത്ത് അവിടെ ഡോക്ടറൊക്കെ വരുന്നുണ്ട്. അശ്വിനോട് പറയുന്നുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് കത്തിക്കാൻ പാടില്ല, ശ്വസിക്കാൻ പാടില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞിട്ട് ഡോക്ടർ ഒരുപാട് ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കാന് ശേഷം മരുന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ മരുന്ന് കഴിക്കാൻ ശരിക്കും അശ്വിനെ പാടില്ല. കാരണം അശ്വിൻ ഒരു ഷുഗർ പേഷ്യന്റ്, ഹൈ ലെവൽ ഷുഗർ പേഷ്യന്റ് ആയതുകൊണ്ട് ഈ മെഡിസിൻസ് ഒക്കെ ഭയങ്കര അലർജി ഉണ്ടാക്കുന്ന മെഡിസിൻസ് ആണ്. അതുകൊണ്ട് ഡോക്ടർ പ്രത്യേകം പറയുന്നുണ്ട് വീട്ടിലെ നാട്ടുവൈദ്യമൊക്കെ ഒന്ന് കൊടുത്തു നോക്ക്, പറ്റുന്നില്ലെങ്കിൽ മാത്രമേ ഈ മരുന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോണത്. ആ സമയത്ത് നമ്മുടെ അഞ്ജലി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് ചെക്കപ്പിന് വേണ്ടിയിട്ട്. പ്രഗ്നൻസിയുടെ ആ ഒരു 3 months ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കായിരിക്കും കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ശ്രുതി അശ്വിന് വേണ്ടിയിട്ട് അമ്മായിരത്തി വെച്ചിട്ട് നല്ലൊരു കഷായം ഉണ്ടാക്കുകയാണ്. അശ്വിൻ അത് വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാവരും നിർബന്ധപൂർവ്വം അശ്വിനെ കൊണ്ട് അത് കുടിപ്പിക്കുക കേട്ടോ. ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം അശ്വിനോട് ശ്രുതി വന്ന് ചോദിക്കേണ്ട, അശ്വിൻ സാർ സൗണ്ട് വന്നോ? അമ്മായി പറഞ്ഞിരുന്നു കഷായം കുടിച്ചു, ഒരു അരമണിക്കൂർ ആകുമ്പോൾ സൗണ്ട് വരുന്നു, സാറിന് സൗണ്ട് വന്നോ എന്ന് ചോദിക്കുകയാണ്. അശ്വിൻ ഇല്ല എന്ന് ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോവുകയാണ്. പെട്ടെന്ന് അശ്വിൻ ഇങ്ങനെ ആക്കുമ്പോ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇതെന്താ അത്ഭുതമാണ്, എനിക്ക് സൗണ്ട് വന്നല്ലോ. ഓ, അപ്പൊ ഇവിടെ നാട്ടുവൈദ്യം ഫലിച്ചു, സൂപ്പർ മരുന്ന് തന്നെ എന്നൊക്കെ അശ്വിൻ ഇങ്ങനെ വിചാരിക്കുകയാണ്. വീണ്ടും ശ്രുതി വരുന്നുണ്ട്. അല്ല അശ്വിൻ സാർ, ശരിക്കും നിങ്ങൾക്ക് ശബ്ദം വന്നില്ലേ, നിങ്ങളൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചേ എന്ന് പറയുമ്പോൾ അശ്വിൻ ഇങ്ങനെ ആക്ട് ചെയ്യാട്ടോ, അതായത് അഭിനയിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ സൗണ്ട് ഇല്ലാത്ത പോലെ ഇങ്ങനെ അഭിനയിക്കുകയാണ്. അയ്യോ ഇതെന്ത് സംഭവിച്ചു? ഒരു കാര്യം ചെയ്യാൻ, ഞാൻ ഈ റൂം ഫുള്ളും തുടച്ചടിച്ച് വൃത്തിയാക്കാം, നിങ്ങൾ പേടിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലതായിട്ട് ക്ലീൻ ചെയ്യണം റൂമൊക്കെ. ശേഷം ശ്രുതിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ആവാട്ടോ. ഈശ്വരൻ, അശ്വിൻ സാറിന് ഒരിക്കലും സംസാര ശേഷി കിട്ടില്ലേ, എല്ലാത്തിനും കാരണം ഞാനാണല്ലോ എന്നൊരു ടെൻഷൻ ആട്ടോ ശ്രുതിക്ക്. അതിനുശേഷം ശ്രുതി ഒരു പൊടിക്കൈ ഉപയോഗിക്കുകയാണ്. കാരണം അശ്വിൻ അങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടാട്ടോ ശ്രുതി ഒരു കത്തി വെച്ചിട്ട് അശ്വിനെ കുത്താൻ വേണ്ടി പോകുക കേട്ടോ. അങ്ങനെ കുത്താൻ വേണ്ടി പോകുമ്പോഴേക്കും അശ്വിൻ എന്താ നീ കാണിക്കണത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, കണ്ടില്ലേ, എല്ലാവരും കണ്ടില്ലേ, അശ്വിൻ സാറിന് ഇപ്പൊ സൗണ്ട് വന്നു, കണ്ടോ, ഈ പ്രയോഗം ഫലിച്ചു. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണാറില്ലേ, ഈ നായകനോ അല്ലെങ്കിൽ നായികക്കോ എന്തെങ്കിലും അപകടം പറ്റുമ്പോൾ അവരുടെ സൗണ്ട് പോയാലോ അല്ലെങ്കിൽ അപകടത്തിൽ കിടന്നു പോയാലോ അവിടേക്ക് എന്തെങ്കിലുമൊക്കെ അനക്കം വരാൻ വേണ്ടിയിട്ട് അവര് നായകനോ നായികയൊക്കെ ചെയ്യണ ആ ഒരു ഐഡിയ, അതാണ് എന്നോട് ട്രിക്ക് ചെയ്തത്. കണ്ടില്ലേ, അശ്വിൻ സാറ് സംസാര ശേഷി തിരിച്ചു കിട്ടിയില്ലേ എന്നൊക്കെ പറയാണ്. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കാണ്. ശ്രുതിയുടെ ആ ബുദ്ധി കണ്ടിട്ട് അശ്വിനാണെങ്കിൽ ചിരി വരുന്നുണ്ട് കേട്ടോ. കാരണം സൗണ്ട് നേരത്തെ വന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രുതി ഇങ്ങനെ ചെയ്തിട്ട് സൗണ്ട് വന്നതാണ് എല്ലാവരും തെറ്റിദ്ധരിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് അശ്വിന് ചിരി വരുന്നത്. ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അശ്വിനും ശ്രുതി അങ്ങനെ കഴിഞ്ഞു പോകുകയാണ്. പക്ഷെ ശ്യാം ആണെങ്കിൽ അശ്വിന്റെ റൂമിൽ കയറിയിട്ട് ആ ഒരു പേപ്പേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ തപ്പി തടഞ്ഞു ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ശ്യാമിന് അതൊന്നും എന്താണെന്ന് മനസ്സിലാവില്ല. പിന്നീടാണ് ഈ കോമ്പറ്റീഷൻ നടക്കുന്ന ഭാഗം കാണിക്കുന്നത്. ആ കോമ്പറ്റീഷനിൽ നമ്മുടെ പ്രീതിയും അതുപോലെ തന്നെ ആകാശും അഭിനയിക്കുന്നുണ്ട്. അതിനുശേഷം പ്രീതിയും മനോരമയും അഭിനയിക്കുന്നുണ്ട്. അത് കൃഷ്ണന്റെയും അതുപോലെ തന്നെ രാധയുടെ വേഷമാണ് അഭിനയിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ രാധയായിട്ട് അഭിനയിക്കുന്ന പ്രീതിയുടെ കയ്യിൽ നിന്ന് കൊടോ എന്തൊക്കെയോ നിലത്ത് പോകുമ്പോഴേക്കും
എല്ലാവരും കൂവും കേട്ടോ. മനോരമ പറയണ്ട, ആഹാ നീ എന്നെ നാണം കെടുത്താൻ വേണ്ടിട്ട് മനഃപൂർവ്വം നിലത്തിട്ടതല്ലേ, ഇത് ചീറ്റിംഗ് ആണ്, നിന്നെ കാണിച്ചു തരടി കീറസാരിക്കായിട്ട് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ അവിടെ പിണങ്ങി പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. ശേഷം ശ്രുതിയുടെ അവസരം വരുന്നപ്പോ ശ്രുതി സ്റ്റേജിലേക്ക് കയറുമ്പോഴേക്കും അശ്വിൻ വരുന്നില്ല കേട്ടോ. ശ്രുതിക്കാകെ നാണക്കേടായപ്പോ അവിടുത്തെ ആൾക്കാരൊക്കെ ശ്രുതിയുടെ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ പാർട്ട്ണർ ഇതുവരെ വന്നില്ലെന്ന് ചോദിക്കുമ്പോ, സോറി അദ്ദേഹം ഇതുവരെ വന്നില്ല എന്ന് പറയാണ്. ശരി, നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് കൂടി സമയം തരാം, അതിനുള്ളിൽ പരിപാടി നടത്തില്ലെങ്കിൽ അടുത്ത കപ്പിൾസിനെ വിളിക്കാന്ന് പറയാണ്. ശരിയെന്ന് ശ്രുതിയും പറയുന്നുണ്ട്. ശ്രുതി അവിടെ തന്നെ അങ്ങനെ നിൽക്കോട്ടെ സ്റ്റേജിൽ ഒറ്റയ്ക്ക്. അപ്പൊ എല്ലാവരും പരസ്പരം ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്നാൽ അശ്വിൻ സാർ ഇത് എവിടെ പോയി, അശ്വിൻ ഇത് എവിടെ പോയി, കുഞ്ഞൻ ഇത് എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ആ പ്രദേശത്ത് എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. ആ സമയത്താണ് നമ്മുടെ അശ്വിൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആ കുഞ്ഞാ നീ എത്തിയോ, ദേ ശ്രുതി സ്റ്റേജിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടില്ലേ, നീ പോയി പങ്കെടുക്ക്. അയ്യോ മുത്തശ്ശി, എനിക്ക് എന്താ ഇങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല. അതൊന്നും കുഴപ്പമില്ല, അവളുടെ കൂടെ പോയി നിൽക്ക്, കണ്ടില്ലേ അവൾ ആകെ നാണം കെടും, പോയി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അശ്വിനെ തള്ളി സ്റ്റേജിലേക്ക് വിടുവാണ്. അങ്ങനെ സ്റ്റേജിലെത്തുന്ന അശ്വിൻ ശ്രുതിയെടുത്ത് പറയുന്നുണ്ട്, ശ്രുതി എനിക്കറിയില്ല എന്താ സംസാരിക്കേണ്ടത്, എനിക്കറിയില്ല, ഡയലോഗ് എന്താണെന്ന് അറിയില്ല, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാണ്. ശ്രുതി പറയുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യാൻ ഒന്നുമില്ല, ഞാനെന്ന് പറഞ്ഞത് ഒരു കാമുകിയാണ്, കാമുകന്റെ കല്യാണമാണ് ഇന്ന്, അപ്പൊ കാമുകി ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്, അപ്പൊ അതിന് മുമ്പുള്ള ഡയലോഗാണ് ഞാൻ പറയാൻ പോണത്, സാഹചര്യം അനുസരിച്ച് സാറിന്റെ വായ വരുന്ന ഡയലോഗ് എന്താണോ അത് സാർ പറഞ്ഞു എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി ഇങ്ങനെ ശ്രുതിയുടെ അവസരമാണ്. അപ്പൊ ശ്രുതി ഇങ്ങനെ ശ്രുതിയുടെ അടുത്ത് മാത്രമേ വെട്ടം ഇടാണ്, എല്ലാ ലൈറ്റും ഓഫ് ചെയ്യാണ്. അപ്പൊ ശ്രുതി ഇങ്ങനെ സംസാരിക്കുകയാണ്, ഇന്ന് ഞാൻ ഒരുപാട് സ്നേഹിച്ച എന്റെ കാമുകന്റെ കല്യാണമാണ്, അയാൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അയാളില്ലാതെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല, വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് അയാൾ കല്യാണത്തിന് സമ്മതിച്ചത്, ഞാൻ ഈ മധുരം കണ്ടില്ലേ, ഞാൻ ഈ വിവാഹവേഷം ഇട്ടേക്കണ കണ്ടില്ലേ, എന്റെ വിവാഹമാണെന്ന് എന്നൊക്കെ പറയാണ്. പക്ഷേ എന്റെ വിവാഹം സ്വർഗത്തിൽ വെച്ചിട്ടാണ്, ഞാൻ സ്വർഗത്തിൽ കാത്തിരിക്കും അദ്ദേഹത്തിന് എന്നൊക്കെ പാട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെ കണ്ണൊക്കെ നിറയാട്ടോ. ശ്രുതി അത്ര നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട് അത്. ശേഷം ശ്രുതി ഒരു ഇതെടുക്കാണ്, ഒരു മധുരം എടുക്കുകയാണ്, അതായത് ജിലേബി എടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ജിലേബി കണ്ടില്ലേ, ഇത് മധുരത്തിന്റെ ജിലേബിയാണ്, പക്ഷെ ഇത് എന്റെ അവസാന ജിലേബിയാണ്, ഇത് കഴിച്ചാൽ ഞാൻ മരിച്ചു പോകും, കാരണം ഇത് പോയിസൺ ആണ് എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ ജിലേബി ഇങ്ങനെ കഴിച്ചിട്ട് അവിടേക്ക് മരിച്ചു വീഴുവാട്ടോ. അപ്പോഴേക്ക് അശ്വിന്റെ അവസരമാണ്. അശ്വിൻ അങ്ങനെ ശ്രുതിയുടെ അടുത്തേക്ക് വരുവാണ്. അപ്പൊ ശ്രുതിയുടെ ആ ഒരു ക്യാരക്ടറിന്റെ പേര് മീര എന്നാണ് കേട്ടോ. അപ്പൊ അശ്വിൻ ഇങ്ങനെ വരുന്നുണ്ട്, അശ്വിന്റെ ക്യാരക്ടറിന്റെ പേര് രഞ്ജിത്ത് എന്നാണ്. അപ്പൊ ഇങ്ങനെ വരുവാണ്, അശ്വിൻ പറഞ്ഞ മീര എഴുന്നേക്ക്, മീര നിന്റെ രഞ്ജിത്ത് വന്നു എന്ന് പറയാണ്. അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ട് ആ കല്യാണം നിർത്തിയിട്ട് വന്നത്, നീ എന്താ എന്നെ മനസ്സിലാക്കാത്തത്, എനിക്ക് നീ എന്ന് ചത്ര ജീവനാണ്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല മീര എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കറിയാണ് അശ്വിൻ. അതായത് അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങളും ആ ഒരു വികാരങ്ങളും ആ ഒരു പ്രണയമാണ് ഇവർ ശരിക്കും തുറന്നു പറയുന്നത് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സങ്കടം വരണം, എല്ലാവരും പൊട്ടിക്കരയായിട്ട് ഇവിടെ പെർഫോമൻസ് കാണുമ്പോൾ. ശേഷം ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആ ജിലേബി അശ്വിൻ വാങ്ങിച്ചെടുക്കാണ്. എന്നിട്ട് അശ്വിനും ആ ജിലേബി കഴിക്കുന്നുണ്ട്. ശേഷം ശ്രുതിയുടെ കൂടെ തന്നെ ഐ ലവ് യു മീര എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിന് ചത്ത് കിടക്കുന്ന പോലെ അഭിനയിക്കുകയാണ്. അങ്ങനെ ശ്രുതിയും അശ്വിനും മരണത്തിൽ ഒന്നായി എന്ന രീതിയിലാണ് അവർ ആ ഡ്രാമ അഭിനയിക്കണം കേട്ടോ. നല്ല രസമായിട്ട് ആ ഭാഗം കാണാനായിട്ട്. അപ്പൊ ഇതിൽ ആ ഭാഗം വരുവാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഈ സംഭവം വരുവാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. കാരണം ഏറ്റവും ഈ ഡ്രാമ അഭിനയിക്കുന്നത് ഏറ്റവും സൂപ്പർ ഇവരുടെ ഈ ഒരു ഭാഗമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവരുടെ ഈ ഭാഗം തന്നെയാണ്. അവരുടെ മനസ്സിലാ വികാരങ്ങളും വിചാരങ്ങളും, എന്തിനാ ശ്രുതി പോലും മരിച്ചു കിടക്കുന്ന ശ്രുതി പോലും അശ്വിന്റെ സംസാരം കേൾക്കുമ്പോൾ, അതായത് മരിച്ചെടുക്കുന്ന മീര പോലും ഈ അശ്വിന്റെ സംസാരം, അതായത് രഞ്ജിത്തിന്റെ സംസാരം കേൾക്കുമ്പോൾ കരഞ്ഞു പോകുന്ന ഭാഗവും കൂടിയുണ്ട്. മരിച്ചു കിടക്കുന്ന ആൾക്കും കരച്ചിൽ വരുവാണ്. അശ്വിൻ അത്ര ആക്ട് ചെയ്തിട്ട് അഭിനയിക്കുന്നുണ്ട്. ശ്രുതിയുടെ അടുത്തുള്ള എല്ലാ വികാരങ്ങളും അശ്വിൻ പുറത്തു പറയുന്ന ഒരു ഭാഗമാണ് കേട്ടോ അത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.